വെൽക്കം യു ഓൾ ടു DMD ഫാമിലി. അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര കൊരട്ടിമുത്തി പള്ളിയിലോട്ടാണ്. ഞാൻ കുതിരാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഹൈവേ ആണ് എടുത്തിരിക്കുന്നത്. സോ ചാലക്കുടിയിൽ നിന്ന് ഒരു 6.5 കിലോമീറ്റർ ആണ് വരുന്നത്. ഇതൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. നിങ്ങൾ എല്ലാവരും തന്നെ പോയിട്ടുണ്ടാവും. സോ യെസ്, ലെറ്റ്സ് ഗോ. അപ്പൊ കുതിരാൻ വൺ വേ ആക്കിയിരിക്കാൻ തോന്നുന്നു അല്ലെ ചൈ? അതെ, വൺ വേ. അങ്ങനെ ഞങ്ങൾ ടണൽ കയറി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. വൺ വേ ആയതുകൊണ്ട് ഭയങ്കര ഒരു ബ്ലോക്ക് പോലെയാണ് ടണൽ കിടക്കുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് വൺ വേ. അപ്പുറത്തെ സൈഡ് അവർ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഇതിപ്പോ ഒരു 1.5 മാസം 2 മാസമായിട്ടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. പൂവൻകായ നേർച്ചയുള്ള ഒരേയൊരു കേരളത്തിലെ പള്ളിയാണ് ഈ കൊരട്ടിമുത്തിയുടെ പള്ളി എന്ന് പറയുന്നത്. പൂവൻകായാണ് ഇവിടെ നേർച്ചയായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് കേട്ടോ. ഈ കൊരട്ടി എന്ന് പറയുന്ന സ്ഥലം എന്ന് വെച്ചാൽ ഒരു കാർഷിക ഗ്രാമമായിരുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി പേരവിടെ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു പതിവുണ്ടായിരുന്നു, കൃഷി ചെയ്ത് കിട്ടുന്നതിൽ നല്ല സാധനങ്ങളുണ്ടെങ്കിൽ കൊരട്ടിപ്പള്ളിയിലേക്ക് നേർച്ച കൊടുക്കാമെന്നുള്ള പതിവ് അക്കാലത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു കർഷകൻ ഒരു പൂവൻ കൊല ആയിട്ട് പള്ളിയിലേക്ക് നടന്നു പോയിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാട്ടിലെ പ്രമാണി നിർത്തിയിട്ട് ഈ പൂവൻ കൊല ആവശ്യപ്പെടും. അപ്പം ആ കർഷകൻ പറയും, ഞാൻ തരില്ല, ഇത് ഞാൻ പള്ളിയിലോട്ട് നേർന്നിരിക്കുന്ന പഴത്തിൻ്റെ കൊലയാണെന്ന് പറയും. പക്ഷേ പ്രമാണി നാട്ടിലെ പ്രമാണി നിർബന്ധിച്ച് എത്ര കാശിനാണെങ്കിലും ഞാൻ അത് മേടിച്ചോളാം എന്ന് പറഞ്ഞിട്ടും കർഷകനത് സമ്മതിക്കില്ല. പക്ഷെ നിർബന്ധം പൂർവ്വം മേടിച്ചെടുത്തിട്ട് ആ കൊലയിൽ നിന്ന് 2 പഴം കഴിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് ആ നാട്ടിലെ പ്രമാണിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. സഹിക്കാൻ പറ്റാത്ത വയറുവേദന കൊണ്ടുകൊണ്ട് പല ആശുപത്രികളിൽ നിന്നും നാട്യവൈദ്യം നോക്കി സ്കാൻ ചെയ്തിട്ടൊന്നും ഈ വയറുവേദന എന്ത് ചെയ്താൽ മാറുന്നില്ല. അപ്പോൾ ആ നാട്ടിലെ കുറേ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ ആ നേർച്ചയ്ക്ക് വെച്ച പഴം കഴിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഇവിടെ പള്ളിയിലോട്ട് വന്ന് മാപ്പപേക്ഷിച്ച് നാട്ടിലെ പ്രമാണി പ്രാർത്ഥിക്കും. അപ്പോൾ അത് ഉടനെ തന്നെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പ്രമാണിയുടെ വയറുവേദനയൊക്കെ മാറി സൗഖ്യം പ്രാപിക്കും. അപ്പോൾ ഇത് ഒരു അത്ഭുതമായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പൂവൻകായ നേർച്ച ഇവിടെ വന്നത്. പൂവൻകൊല നേർച്ച നമ്മൾ മേടിച്ച് കൊണ്ടുവന്ന് വെക്കുന്നത് ഈ ഒരു തിരുസന്നിധിയിലാണ്. സെപ്പറേറ്റ് പടലായിട്ടും കൊല ആയിട്ടും ഇവിടുന്ന് മേടിച്ച് നേർച്ചയായിട്ട് കൊടുക്കാവുന്നതാണ്. പൂവൻകൊല നേർച്ച കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ അതിൻ്റെ ഭാഗമായി നേർച്ചപ്പഴം തന്നു വിടുന്നുമുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷനാണ് ഈ കാണുന്ന റോസറി വില്ലേജ്. ഇതിൻ്റെ അകത്തോട്ട് വളരെ ഭക്തിയോടുകൂടിയാണ് കടക്കേണ്ടത്. നല്ല രീതിയിൽ തന്നെ മംഗളരഹസ്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് അത്തിമരം. അത്തിമരം എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ, നമ്മുടെ സക്രിയാസ് കേരിയ, അതേ മരം തന്നെ. അതായത് പണ്ട് സക്രിയാസ് എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരാളുണ്ടായിരുന്നു. പുള്ളിക്ക് ഈശോനെ കാണാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. പൊക്കം കുറഞ്ഞത് കാരണം ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഈശോനെ കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ സക്രിയോസ് കയറിയിരുന്ന ഒരു മരത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ഈ അത്തിമരത്തിൻ്റെ മേളിലാണ് കയറിയിരുന്നതെന്ന്. അപ്പോൾ ഈ റോസറി വില്ലേജിൻ്റെ അടുത്ത് നമുക്ക് നടന്നുകൊണ്ട് തന്നെ വളരെ ഭക്തിപൂർവ്വം ഒരേ സ്ഥലത്ത് നിന്നുകൊണ്ട് നമുക്ക് ജപമാല ചൊല്ലിയിട്ട് നടക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഭാഷയിലും ഒറീസ, കന്നഡ, തമിഴ്, പല പല ഭാഷയിലാണ് ഇവിടെ നന്മ നിറഞ്ഞ മറിയമേ എഴുതിയിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ആരാധന ചാപ്പലുണ്ട് പള്ളിയുടെ തൊട്ടടുത്തായിട്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ആരാധന ചാപ്പലിൽ ഇരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ വളരെ പഴക്കം ചെന്ന ഒരു മണിയും കൂടി അവിടെ വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 600 വർഷത്തോളം പഴക്കമുള്ള ഒരു മണിയാണെന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ ജ്ഞാനസ്ഥാന കല്ലുണ്ട് ഇവിടെ. ഇതിനൊരു പുരാവസ്തുവായിട്ട് സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ മരിയൻ ബുക്ക് സ്റ്റോളും കൂടിയുണ്ട്. നമുക്ക് ജപമാല, ബൈബിള്, മോതിരം അങ്ങനത്തതൊക്കെ നമുക്ക് പോയി മേടിക്കാവുന്നതാണ്. തൊട്ടടുത്ത് തന്നെ ATM ഫെസിലിറ്റിയും കൂടി അവിടെ ഉണ്ട്. സോ ഒരു സ്റ്റോപ്പ് കൊടുത്ത് ഞങ്ങൾ കാപ്പി കുടിക്കാനും ഇത് തന്നെ ചുട്ട ഇലയുടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം കാപ്പി എത്തി കേട്ടോ. അപ്പോൾ ആൺകുട്ടൻ ഉറങ്ങിപ്പോയി. അപ്പോൾ ചാർജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യേണ്ടി വന്നില്ല. നമുക്ക് 100% ചാർജിൽ ഞങ്ങൾ ചാലക്കുടി വരെ പോയി അതുപോലെ തിരിച്ചു വന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം.